ഗൈസ് പിന്നെ എടുത്ത് പറയേണ്ടത് യു പിയിലെ ആൾക്കാരുടെ സ്വഭാവമാണ്. ഗൈസ് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു ഇതിനകത്തേക്ക് കയറി. ഇത് മൊത്തം രുദ്രാക്ഷം വെച്ചിട്ടുള്ള ശിവലിംഗമാണ്. എന്ത് രുചിയാണെന്ന് മനസ്സിലാവണില്ല. ഒരു പ്ലേറ്റ് വാങ്ങിച്ചാൽ മതിയായിരുന്നല്ലേ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് 144 വർഷങ്ങൾ കൂടുമ്പോൾ പ്രയാഗ്രാജിൽ മാത്രം സംഭവിക്കുന്ന ഒരു കുംഭമേളയാണ് ഇപ്പം നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പരിപാടി. കുംഭമേള കൈസേ ഓക്കെ ഭയ്യ. ഗൈസ് ഈ ഒരു മഹാകുംഭമേളയ്ക്ക് വലിയൊരു ചരിത്രമുണ്ട്. പണ്ട് പാലാഴി മദന സമയത്ത് അസുരന്മാരും ദേവന്മാരും ചേർന്ന് പാലാഴി കടഞ്ഞ് അമൃത് എടുത്ത സമയത്ത് അസുരന്മാർ ഈ അമൃത കുംഭവും എടുത്തുകൊണ്ട് കടന്നു കളഞ്ഞ് മഹാവിഷ്ണു എന്ത് ചെയ്ത് അതിനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മോഹിനി രൂപം കെട്ടിയിട്ട് എടുക്കാനായിട്ട് പോയി. അപ്പോൾ മഹാവിഷ്ണു അങ്ങനെ മോഹിനി വേഷം കെട്ടിപ്പോയി ആ ഒരു അമൃത കുംഭം എടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു കുംഭം തുളുമ്പി 4 പ്രദേശങ്ങളിൽ വീണു. ഒന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രയാഗ്രാജ്, 2 പറഞ്ഞാൽ ഉജ്ജയിൻ, 3 പറഞ്ഞു കഴിഞ്ഞാൽ നാസിക്, ഹരിദ്വാർ. കുംഭമേളകൾ 4 ടൈപ്പാണ് ഉള്ളത്. കുംഭമേള, അർദ്ധകുംഭമേള, പൂർണ്ണ കുംഭമേള, മഹാകുംഭമേള. കുംഭമേള എല്ലാ 3 വർഷം കൂടുമ്പോഴും ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നാസിക്കിലും ഉജ്ജയിനിലും സംഭവിക്കും. അർദ്ധകുംഭമേള എന്ന് പറയുമ്പം എല്ലാ 6 വർഷം കൂടുമ്പോഴും ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നടക്കുന്നതാണ്. ഇനി പൂർണ്ണ കുംഭമേള എന്ന് പറയുമ്പം എല്ലാ 12 കൊല്ലം കൂടുമ്പോഴും നടക്കുന്നതിനാണ് ഈ പൂർണ്ണ കുംഭമേള എന്ന് പറയുന്നത്. അത് ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നാസിക്കിലും ഉജ്ജയിനിലും നടക്കും. ഇനി മഹാകുംഭമേള എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 144 വർഷങ്ങൾ കൂടുമ്പോൾ പ്രയാഗ്രാജിൽ മാത്രം സംഭവിക്കുന്ന ഒരു കുംഭമേളയാണ് ഇപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പരിപാടി. അപ്പോൾ ഈ 4 ടൈപ്പാണ് കുംഭമേളകളുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൊട്ട് സൈഡിൽ കൂടെ ഉള്ള ക്യാമ്പ് സൈറ്റിൽ കൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതോ ടാർപ്പാളിനൊക്കെ വലിച്ചിട്ടാണ് അവർ സ്റ്റേ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ നാട്ടിൽ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രമില്ലേ, അവിടെ ഈ വൃശ്ചിക മാസത്തിൽ 12 വിളക്ക് നടക്കും. അവിടെ ഇതുപോലെ ഇത് പിന്നെ അവർ താൽക്കാലിക അക്കോമഡേഷൻ പോലെയാണ്. അവിടെ എന്ന് പറയുമ്പോൾ കുടില് കെട്ടി താമസിക്കാതെ അതൊരു എന്താ ആരാധന രീതി പോലെയാണ്. എന്നുവെച്ചാൽ വൃശ്ചികം 1 തൊട്ട് 12 ദിവസം 12 വിളക്ക് വരെ ഇച്ചിരി അമ്പലത്തിൽ താമസിച്ച് പൂജയൊക്കെ അറ്റൻഡ് ചെയ്ത് അതൊരു ആരാധനാ മാർഗം പോലെയാണ്. ഇവിടെ ഒരു സത്യം പറഞ്ഞ ഒരു ലിവിങ് ആണ്. ഒരു മാസം ഒരു 1.5 മാസം ഇതിനകത്ത് ഉള്ള താമസവും പ്രയറും. ഗൈസ് അങ്ങനെ അതേ നമ്മൾ പൂരിയാണ്, ചെറിയ പൂരികളാണ്. അപ്പോൾ ഒരു പ്ലേറ്റിൽ 40 രൂപ, 6 പീസ് 8 പീസ് 6 പീസ്. അപ്പോൾ 6 പീസ് ഉള്ള ചെറിയ റൊട്ടി അത് നമുക്കിവിടെ കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ കുഞ്ഞ് റൊട്ടിയാട്ടോ, കുഞ്ഞു പൂരിയാണ്. നല്ല രസമുണ്ട്. ഒരുപാട് പേര് ഇന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ പൂരി പറഞ്ഞിട്ടുണ്ട്. ഗൈസ് അങ്ങനെ നമ്മുടെ പൂരി വന്നിട്ടുണ്ട്. അപ്പോൾ കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എന്ത് രുചിയാണെന്ന് മനസ്സിലാവണില്ല. ആക്ച്വലി പറഞ്ഞാൽ കോളിഫ്ലവർ ആണ്. സ്പൈസിയാണ്, നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ആണ്. കഴിക്കുമ്പോൾ ഒരു വിഴുവിഴുപ്പില്ല, ഫ്രഷാണ് സാധനം. ഇതിപ്പോൾ നമ്മൾ മുക്കിയത് വെറും പയറും മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു കറിയാണ്. മുളക് പൊടി അല്ല അതിനകത്ത്, മഞ്ഞപ്പൊടിയുടെ ചെവയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഒരു പയറാണ് സംഭവം. ഒരു പ്ലേറ്റ് വാങ്ങിച്ചാൽ മതിയായിരുന്നല്ലേ. ഗൈസ് പിന്നെ എടുത്ത് പറയേണ്ടത് യു പിയിലെ ആൾക്കാരുടെ സ്വഭാവമാണ്. നമ്മുടെ നാട്ടിൽ നമുക്കൊരു സംസാരം ഉണ്ടല്ലോ, യു പിയിലെ ആൾക്കാർ അധികം അലമ്പാണെന്നൊക്കെ. ഭയങ്കര ഡീസൻ്റ് സ്വഭാവമാണ്. നമ്മൾ മേ ബി ഈ ഒരു ഇവൻറ്റിന് വന്നുകൊണ്ടാണെന്ന് അറിയത്തില്ല. നമ്മൾ നിന്ന അക്കോമഡേഷനാണെങ്കിലും ഇടപെടുന്ന ആൾക്കാരായാലും ബസ് കണ്ടക്ടർ ആണെങ്കിലും ടാക്സി ഡ്രൈവർ ആണെങ്കിലും ശരി, വഴി ചോദിക്കുന്ന ആളാണെങ്കിലും ശരി, സ്വഭാവത്തിൻ്റെ ഒരു വ്യത്യാസം ഭയങ്കരമാണ്. നാട്ടിൽ പറയുന്ന ഒരു യു പിയുടെ അല്ല നമ്മളിവിടെ വന്ന് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അങ്ങനെ കുംഭമേള നഗരിയിലൂടെ തേരാപ്പാര നടന്ന് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മുടെ കുംഭമേളയിലെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ അവിടെ ഒരു അമ്പലം കാണുന്നുണ്ട്, കുംഭമേള ക്ഷേത്രം എന്നാണ് ഗൂഗിൾ മാപ്പിൽ കണ്ടത്. അപ്പോൾ നമ്മൾ അത് ലക്ഷ്യം വെച്ച് പോവുകയാണ്. ശ്രീ കാഞ്ചി കാമകോടി പീഠം. പിന്നെ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട് ആദിശങ്കര വിമാന മണ്ഡപം എന്ന് മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക എല്ലാ ലാംഗ്വേജിലും ആ ഒരു ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അത് അടിപൊളിയത്, പൊളിച്ചെന്തായാലും. ഹിന്ദി ഉണ്ട്, തമിഴുണ്ട്, കന്നഡ, തെലുങ്ക്, പിന്നെ ബംഗാളി, പിന്നെ അറബ്, മലയാളം, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ സംഭവം. അപ്പോൾ ഗൈസ് ഇവിടെ കുംഭമേളയിൽ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്.
ടാറ്റ. ഈ മേള നഗരിയിൽ കംപ്ലീറ്റ് ഇതേപോലുള്ള ബോർഡുകൾ വേണം. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിച്ചില്ല, ഇത് ശരിക്കും പറഞ്ഞാൽ സോക്കറ്റാണ്, ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. നല്ലൊരു പരിപാടിയാണിത് അല്ലേ ഗൈസ്? അപ്പോൾ നമ്മളിത് ഡിജിറ്റൽ മഹാകുംഭ എക്സ്പീരിയൻസ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ എന്താണ് എന്നുള്ളത് കയറി കഴിഞ്ഞിട്ട് അറിയാവൂ. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ്. റെഡിയല്ലേ ഗൈസ്? അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു, ഇതിനകത്തേക്ക് കയറി സിക്സാക്ക് പോലെ ഇങ്ങനെ കയറി വേണം ഇതിനകത്തേക്ക് കയറാനായിട്ട്. ഓക്കെ, നമുക്ക് പോയി നോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ അതെ 50 രൂപ പാസ് എടുത്ത് നമ്മളത് മഹാകുംഭമേളയുടെ ഡിജിറ്റൽ എക്സ്പീരിയൻസിലേക്ക് എത്തി. ടിക്കറ്റ് എടുത്ത് എല്ലാവരും ഇവിടുത്തെ തറയിൽ സെറ്റായി. ഇന്ദുദേ ഇവിടെ ഇരിപ്പുണ്ട്. അവർ പറയുന്നത് അപ്പോൾ ഇതിന് തൊട്ട് പിറകിലുള്ള സ്ട്രക്ചേഴ്സ് മൊത്തം ഹിസ്റ്ററിയാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അടുത്ത് അതിൽ നിന്ന് നേരെ ബാക്കി വിഷ്വൽസ് ആണെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, കുംഭമേളയുടെ ഐതിഹ്യം കാണിച്ചതാണ്. അമൃതകുംഭമായിട്ട് ഗരുഡൻ പറന്നു വരുമ്പോൾ അത് തുളുമ്പി നിലത്ത് വീണ് 4 സ്ഥലങ്ങളിലായിട്ട് വീഴുന്ന ആ വീഡിയോ കാണിച്ചു. ഓക്കെ ഗൈസ്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ സ്ക്രീൻ മാറ്റിയത് ഈ സ്ക്രീനിനകത്താണ് അത് കാണിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ആ വിഷ്വൽ നോക്കിയിട്ട് ഗൈസ്, അവിടെ നിന്ന് നമ്മളിത് നടന്ന് കയറി എത്തുമ്പോൾ സമുദ്രമഥൻ जिसकी भयंकर गंध और जोड़ों पुकार सुन पशुपति महादेव अमृत घट लिए धर्मवंतरी प्रकट। ये कैसे हुए? पृथ्वी पर ये बूंदे प्रयाग, हरिद्वार, उज्जैन और नासिक में गिरी। अमृत से पवित्र हुई धरा तीर्थ बन गई। यही कारण है कि इन स्थानों पर हर 12 वर्षों में कुंभ मेले का आयोजन होता है। कुंभ मेला 2025 में आपका स्वागत है। आइए इस अद्वितीय आध्यात्मिक अनुभव का ഗൈസ്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മഹാകുംഭമേളയും മഹാകുംഭമേളയോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു ചരിത്രവും, ആ ഒരു ചരിത്രമാണ് ഇവരുടെ ഡിജിറ്റലി നമുക്ക് അനിമേറ്റഡ് രൂപത്തിൽ കാണിച്ചു തരുന്നത്. ഒരാൾക്ക് 50 രൂപയ്ക്ക് ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഓരോ ഘട്ടമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇത് വമ്പ സെറ്റപ്പാണ്. പരിപാടി ഗ്രാൻഡ് പരിപാടി അല്ലേ? ആണ്, സൂപ്പർ. ഇതാണ് നമ്മുടെ ഹോളോഗ്രാം, അല്ല എന്തോ ഒരു സംഭവം പറയും, ഒരു ടെക്നോളജിയാണിത്. അത് ഫാനാണത്. ആക്ച്വലി ഫാനിനകത്താണ് ഫാനാണ് ഇത് അകത്തൂടെ പോകുന്നത്. 4 ഫാൻ കറങ്ങുമ്പോഴാണ് അത് ഒരു ഹോളോഗ്രാം ടെക്നോളജി, അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ടെക്നോളജി പറയുന്ന പേര്. ഇത് വേറൊരു ലെവൽ സാധനം. എൻ്റെ മോനെ, അങ്ങനെ അവിടെ നിന്ന് ആ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ അകത്തേക്ക് വരുമ്പോൾ ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്, അതായത് വിഷ്വൽസ് ആണ്. ഗൈസ്, അതിനകത്ത് എഴുതിയിട്ടുള്ളത് വേറൊന്നുമല്ല, അതായത് നമ്മുടെ ഈ ഒരു മഹാകുംഭമേളയുടെ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ മഹാകുംഭമേള എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് എഴുതിയിരിക്കുന്നത്. അതായത് കൽപ്പവാസ എന്നുള്ള ഒരു പ്രാക്ടീസ്. ഇത് നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിക്കുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ ഒരുപാട് നേരം എടുക്കും. ഓക്കെ ഗൈസ്, ഇത് മെഡിറ്റേഷനെ പറ്റിയിട്ടാണ്, രണ്ടാമത്തെ സംഗതിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ ഗൈസ്, അത് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ചാരിറ്റിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ചാരിറ്റി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഗൈസ്, അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇത് സൂപ്പറായിട്ടുണ്ട്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തും ഉണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാരണാസിയിൽ അല്ലേ, വാരണാസിയുടെ ആ ഒരു ശരിക്കും നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതൊരു കർവ് ഡിസ്പ്ലേ ആണ്, ഇങ്ങനെ നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു വള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. യെസ്, ഇത് കുംഭിൻ്റെ ഗാലറിയാണ്. ഓക്കെ, അപ്പോൾ ഓരോ പൂജകൾ നടക്കുന്നുണ്ട്. ഇത് മൊത്തം രുദ്രാക്ഷം വെച്ചിട്ടുള്ള ശിവലിംഗമാണ്. അപ്പോൾ ഇത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ പ്രാവശ്യം നടന്ന കുംഭമേള 1881 കുംഭമേള പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുക എന്നാണ് തോന്നുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് പെയിന്റിംഗ് ആണ്, ഇത് ഫോട്ടോ. അടിപൊളി. വാവ്, എൻ്റെ മോനെ, 2 സൈഡിലുണ്ട്, അത് കാണാം. ഈ ഫോട്ടോ നോക്കിക്കേ, എൻ്റെ മോനെ, അഖാഡകളിലെ പരിശീലകരാണ് കേട്ടോ.
അഖാഡാസിൽ നല്ല ട്രെയിനിങ് ഒക്കെ കെട്ടി നിൽക്കുന്ന ടീംസാണ്. ഇത് വമ്പൻ എക്സ്പീരിയൻസ് ആട്ടോ. ഈ കുംഭമേളയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഈ കുംഭമേളയുടെ ഡിജിറ്റൽ എക്സ്പീരിയൻസ്. അതൊരു അസാധ്യമായ എക്സ്പീരിയൻസ് തന്നെയാണ്. വാവ്, ഈ ഫോട്ടോ ക്യാപ്ചർ ചെയ്ത ആളിനെ ഒരു ബിഗ് സല്യൂട്ട്. സൂപ്പർ. അത് കഴിഞ്ഞ് നമ്മൾ വന്ന് കയറുന്നതാണ് മോനെ ഇത് നാസിക് കുംഭ്. ദി കുംഭമേള ഇൻ നാസിക് ഹെൽഡ് വെൻ ബോത്ത് ജൂപ്പിറ്ററും സൺ എൻ്റെ സിംഹ രാശി ലിയോയിൽ എത്തുമ്പോഴാണ് ഗൈസ്. അതായത് ഓരോ കുംഭമേളകളും നടക്കുന്നതിൻ്റെയും ഗ്രഹങ്ങളുടെ ആ ഒരു നിലയാണ് ഇവിടെ സൂചിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഇത് ഉജ്ജയിനിലെ കുംഭമേള നടക്കുന്നത്, പിന്നെ അത് അപ്പുറത്ത് പ്രയാഗ്രാജിലെ കുംഭമേള, അങ്ങനെ ഓരോന്ന് എഴുതി ഇങ്ങനെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോൾ തൊട്ടിപ്പുറത്തൊരു അപ്പോൾ ഇത് ആക്ച്വലി ആരാന്ന് എഴുതി വെച്ചിട്ടില്ല. ഇതൊരു മെഡിറ്റേറ്റീവ് ഒരു യോഗിയുടെ സ്റ്റാച്ചു എന്ന് എഴുതിയിട്ടുള്ളൂ. പക്ഷെ അതിനകത്ത് പറയുന്നത് തപോവസ സാങ്ച്വറി ഓഫ് പെനൻസ്, അതായത് എങ്ങനെയാണ് ഒരു യോഗിയുടെ ഒരു ബോഡിയുടെ ഒരു എന്താണ് ഒരു തപസ് അനുഷ്ഠിക്കുന്നത്, തപസ് ഇരിക്കേണ്ടത് എന്നൊക്കെ പറ്റിയിട്ടാണ്. അതും നിങ്ങൾ പോസ് ചെയ്ത് വെച്ച് വായിക്കൂ. ബോഡി അത് അടിച്ചുകൂടെ ക്യാമറയിൽ. എന്തിനാ അതിന്റെ മേളിൽ കയറിയിരിക്കണേ? ഓ എൻ്റെ മോനെ, അത് കറയുന്നതിന് മുന്നൂടെ ഗൈസ്. അതൊരു വേറൊരു എക്സ്പീരിയൻസ് കേട്ടോ ഇത്. ഓ അത് കൊള്ളാം കേട്ടോ. വൈറ്റ് ബോർഡ് ചരിച്ചും സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ നിർത്തിയിട്ട് അതിൽ പ്രൊജക്റ്റ് ചെയ്തേക്കുക. അത് നല്ലൊരു ഐഡിയ, സൂപ്പറാണത്, പൊളിയാണത്. ഇത് അവിടെ ഫോട്ടോ സെഷനുണ്ട്. ഇതെന്താ സംഭവം? ഇത് കൊള്ളാമല്ലോ. ഇതും നമ്മുടെ കുംഭമേളയും ഗംഗാ ആരതിയൊക്കെ അവരങ്ങനെ അതിനെ വിഷ്വലി എടുത്തിട്ട് ഓ പൊളി 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 പൊളി. അവിടെ നിന്ന് കയറി വരുമ്പോൾ അടുത്ത് ഒരു ഫോട്ടോയുടെ സംഭവമാണ്. ഓ ഇതൊരു കിട്ടിന സാധനം അല്ല കേട്ടോ, ഇതൊരു ലൈറ്റ് വേയോ സ്ക്രീനാണ് കേട്ടോ സംഭവം. നല്ല രസമുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇവിടെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മഹാത്മാഗാന്ധിയും നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും ഒക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇത് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ വായിച്ചുകൊണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ ചരിത്ര നായകന്മാർ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കുംഭമേളയെ പറ്റി എന്താ പറയാനുള്ളത് എന്നുള്ളതാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, നല്ല രസമുണ്ട് കേട്ടോ. ഇതൊരു 50 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാലും എന്താ പറയുക, അത് വർത്താണ് സംഭവം. ഓ അത് പൊളിച്ച്. ഇത് പിന്നെ അതെ മാറുന്ന ഫോട്ടോ ഗാലറിയാണ് കുംഭമേളയുടെ കംപ്ലീറ്റ് ഒരു ഫുൾ സ്ട്രക്ചറിലുള്ള, അതായത് പല 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 ഫോട്ടോസ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് കൊള്ളാം. അതോടുകൂടി കുംഭമേളയിലെ ഡിജിറ്റൽ എക്സ്പീരിയൻസ് ഇവിടെ ഫിനിഷ് ആവുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഡിജിറ്റൽ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. 50 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളിയായിരുന്നു. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഡിജിറ്റൽ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ക്യാമറ അലൗഡ് അല്ലെന്നാണ്, പക്ഷേ അകത്ത് ക്യാമറയൊക്കെ അലൗഡാണ്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ സൂപ്പർ ഗൈസ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കുംഭമേള നഗരി. ഇത്രയും കാണുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു പ്രയാഗ്രാജിൻ്റെ ഈ ഒരു സംഘം വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്തത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സ്നാനം ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ ത്രിവേണി സംഗമത്തിലെത്തി. അവിടെ നിന്ന് ഇങ്ങനെ വന്നു, പിന്നെ തിരിച്ച് നേരെ ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ വന്നിറങ്ങി അതേ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, ഇപ്പോൾ സമയം രാത്രി 10 മണി ആവാൻ പോകുന്നു. നമ്മൾ ഇനിയിപ്പോൾ നേരെ മേള നഗരിയിൽ നിന്ന് തിരിച്ചിന് നേരെ അക്കോമഡേഷനിലേക്ക് പോകുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വേൾഡിലെ ഏറ്റവും വലിയ ഹ്യൂമൻ ഗ്യാതറിംഗ് അല്ലേ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കാൻ പറ്റിയത് ഭയങ്കര അടിപൊളി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഈ പ്രയാഗ്രാജിൻ്റെ മഹാകുംഭമേളയുടെ വീഡിയോ നമ്മളിവിടെ വെച്ച്
അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു കിടിലം വ്ളോഗുമായിട്ട് കാണാം. ഗുഡ് ബൈ. ബൈ.